ഹലോ നമസ്കാരം, ടെക് വീഡിയോസ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള 2 കിഡിലൻ അപ്ഡേറ്റിനെ കുറിച്ചാണ്. വാട്സപ്പിൽ നമുക്കറിയാം നിരവധി അപ്ഡേറ്റുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷനാണ്, നമുക്ക് അപ്ഡേറ്റ് വന്നു അല്ലെങ്കിൽ ഏത് അപ്ഡേറ്റ് ആണ് പുതിയതായി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ വാട്സപ്പ് അപ്ഡേറ്റ് കിട്ടുക എന്നതിനെ കുറിച്ച്. അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി എല്ലാ ദിവസവും വാട്സപ്പിൽ അപ്ഡേറ്റ് വരുന്നുണ്ട്, അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബീറ്റ വെർഷനിലേക്ക് ജോയിൻ ചെയ്യുക കൂടി ചെയ്താൽ നമുക്ക് വാട്സപ്പ് കൊണ്ടുവരുന്ന എല്ലാ അപ്ഡേറ്റുകളും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് നേരെ ഫോണിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ആ 3 ഡോട്ട് ലൈനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം നമ്മളുടെ പ്രൊഫൈൽ പിക്ചറിൽ ജസ്റ്റ് ഒന്ന് നമുക്കിവിടെ ടാപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, നമുക്ക് ഒരേ സമയം 2 ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരെണ്ണം അവതാർ വേണമെങ്കിൽ അവതാർ, അതേപോലെ തന്നെ നമ്മളുടെ പ്രൊഫൈൽ പിക്ചർ ഒറിജിനൽ ഫോട്ടോ. അതുമേൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, സ്വൈപ്പ് ജസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ അവതാറിൻ്റെ ഫോട്ടോയും ഒരേ സമയം അതേപോലെ തന്നെ നമ്മളുടെ ഫോട്ടോയും കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഇപ്പോൾ വാട്സപ്പിൽ ഏറ്റവും പുതിയതായിട്ട് ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ഒരു അടിപൊളി അപ്ഡേറ്റ്. ഇപ്പോൾ ഇത് നമുക്കറിയാം, ഓൾറെഡി നമ്മളൊരു അവതാർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതേ രീതിയിൽ വരാതെ ഓൾറെഡി മുൻപ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു അവതാറിനെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വെച്ച് തന്നെ നമ്മളുടെ പ്രൊഫൈൽ പിക്ചർ ജസ്റ്റ് നമുക്ക് മാറ്റാം. അതേപോലെ തന്നെ അവതാറിൻ്റെയും ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ളത് നമുക്ക് അവതാറിനെയും ഇവിടെ വെച്ച് തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് എഡിറ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്കത് മുന്നേ അറിയാവുന്നതാണ്, നമുക്ക് ഏത് ഡ്രസ്സ് ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ചൂസ് ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലും ഇവിടെ ജസ്റ്റ് ഇങ്ങനെ മാറ്റി കൊടുക്കാം. ഇഷ്ടംപോലെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഏത് ഫോട്ടോ പോസാണ് വേണ്ടത് അതും നമുക്കിവിടെ ജസ്റ്റ് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ താഴെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ അപ്ഡേറ്റ് വളരെ അടിപൊളി ഒരു അപ്ഡേറ്റാണ്. നമ്മളുടെ പ്രൊഫൈൽ പിക്ചർ ആരെങ്കിലും എടുത്ത് നോക്കുന്ന സമയത്ത് അവർക്ക് ഇതേ രീതിയിൽ ഇതേപോലെ സ്വൈപ്പ് ചെയ്ത് നമ്മളുടെ മറ്റേ പ്രൊഫൈൽ പിക്ചറും നമുക്കിവിടെ അവർക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മസ്റ്റായിട്ട് ഇത് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒരു അവതാരണം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക, അതിനുശേഷം ബീറ്റ വെർഷനിലേക്ക് ജോയിൻ ചെയ്യുക കൂടി ചെയ്താൽ ഈ അപ്ഡേറ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടും. അടുത്ത അപ്ഡേറ്റ് നമുക്ക് ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് അപ്ഡേറ്റ് നമ്മൾ നോക്കുന്നത്, നമുക്ക് വന്നിട്ടുള്ള ഏതെങ്കിലും മെസ്സേജ് നമുക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഷയുടെ പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ജനറൽപരമായിട്ടായിരിക്കാം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് വന്ന മെസ്സേജ് മേൽ ജസ്റ്റ് നമ്മൾ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം ആ മെസ്സേജ് ജസ്റ്റ് നമ്മൾ ഫോർവേഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, മെറ്റ എ എന്നുള്ളൊരു പുതിയൊരു ഫീച്ചർ നമുക്ക് വന്നിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് നമ്മൾക്ക് വന്ന ആ മെസ്സേജ് അതിലേക്ക് ഒന്ന് ജസ്റ്റ് സെൻഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, തൃശ്ശൂർ പിൻകോഡ് എന്നാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ തന്നെ നമുക്ക് തൃശ്ശൂർ സിറ്റി 680020 തൃശ്ശൂർ ഈസ്റ്റ് അയ്യന്തോൾ എന്നിങ്ങനെയുള്ള കറക്റ്റായിട്ടുള്ള പിൻകോഡ് നമുക്ക് ഇതേ രീതിയിൽ വന്നു. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉദാഹരണത്തിന് കാണിച്ചാണ്. നിങ്ങൾക്ക് ഏതാണോ മെസ്സേജ് ഡൗട്ട് അത് നിങ്ങൾക്ക് ഇവിടെ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ നമുക്ക് നൽകും. അപ്പോൾ ഇത് വളരെ അടിപൊളി അപ്ഡേറ്റ് ആണ്, നമ്മളധികം ശ്രദ്ധിച്ച് കാണില്ല. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്സപ്പിലെ സെക്യൂരിറ്റി ഫീച്ചറിനെ കുറിച്ചാണ്. നമ്മളുടെ ഓരോ ചാറ്റും നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കത് സേഫ്റ്റി, അതായത് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റ് ചെയ്ത് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ ഓരോ ചാറ്റിനും കൂടുതൽ സേഫ്റ്റി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഫീച്ചർ പുതിയതായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഞാനിവിടെ എൻ്റെ ഒരു പ്രൊഫൈൽ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ ഒരു മെസ്സേജ് മേൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് ആ 3 ഡോട്ട് ലൈനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, വെരിഫൈ സെക്യൂരിറ്റി കോഡ് എന്നുള്ള പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് വി കാണ്ട് ഓട്ടോമാറ്റിക്കലി വെരിഫൈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ അറ്റ് ദിസ് ടൈം. അപ്പോൾ അത് ഒരു ഉടനെ തന്നെ നമുക്കത് വരും നെക്സ്റ്റ് അപ്ഡേറ്റിലൂടെ. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മളുടെ ഓരോ ചാറ്റും സെലക്ട് ചെയ്ത് നമ്മൾക്ക് ചാറ്റ് ചെയ്യുന്ന മറ്റൊരാളുമായിട്ട് നമുക്ക് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ചെയ്ത് നമ്മളുടെ ചാറ്റ് സേഫായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്കിത് ജസ്റ്റ് ഇപ്പോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, സ്കാൻ എ QR കോഡ് അല്ലെങ്കിൽ കമ്പയർ എ 60 ഡിജിറ്റ് നമ്പർ. അപ്പോൾ അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, നമുക്ക് പലപ്പോഴും ഇത് ബുദ്ധിമുട്ടാണ് മാനുവലായിട്ട് ചെയ്യാൻ. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റിലൂടെ നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളതൊന്ന് ഇടയ്ക്ക് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി കാണിച്ചതാണ് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.